നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം നസീർക്ക, പ്രചോദേട്ട, ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താണ് നമ്മൾ ഇന്നത്തെ അജണ്ട? എല്ലാ ദിവസത്തെ പോലെയും ഇന്നത്തെ ദിവസവും മനോഹരമാകട്ടെ എന്നാണ് നമ്മുടെ അജണ്ട. ഒരുപാട് പുതിയ പുതിയ സ്കിറ്റുകൾ, പുതിയ കൗണ്ടറുകൾ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ. തീർച്ചയായും ഐറ്റത്തിന്റെ ബഹളം കണ്ടോ? എന്തായാലും അത് കാണാൻ വേണ്ടി പിറവത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്കും ഒരു കഥ കൈയടി. നിരാശപ്പെടൂല അവര്. ആദ്യത്തെ ടീമിനെ എന്നാ വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം മനോജ് ചേട്ടൻ, അജയ് ചേട്ടൻ ആൻഡ് സനീഷ് ചേട്ടൻ. ഇത് ഐറ്റം വേറെ. മഞ്ജു, ഹായ് ചേച്ചി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അത് ഞാനല്ലേ പറയാനുള്ളത്? എന്തോ പറയാനാടി, രാവിലെ തൊട്ട ഇത് ഞാൻ കേട്ട് കാണാതെ പഠിച്ചു വെച്ചേ. ആണോ? ചേച്ചി എന്തായാലും സന്തോഷമായിട്ട് ഇരിക്കേട്ടോ. ഞാൻ വയ്ക്കാണേ. ഐഡി വെക്കല്ലേ. എന്തുവാണ് നിനക്ക് ഇത്ര ധൃതി? എത്ര നാളായിട്ട് നമ്മളൊക്കെ സംസാരിച്ചിട്ട് ധൃതി പോവാന്നോ? അയ്യോ ചേച്ചി, എന്റെ വാതിൽ ആര് വന്ന് മുട്ടുന്നോന്ന്. അപ്പൊ നാളെ ഒരു പത്രസമ്മേളനത്തിനുള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലോ. ഒന്ന് പോ ചേച്ചി. ചേട്ടനാ? എന്നാ ഓക്കേടി, ബൈ. മോളൂസേ, നിങ്ങൾ ഇതോടെ പോയി കിടക്കുമായിരുന്നു? എടി ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഉച്ചയ്ക്ക് ഭക്ഷണം വല്ലതും കഴിക്കണ്ടേ? ഞാൻ വാഴയില വെട്ടാൻ പോയതാ. വാഴയില തിന്നാ നിങ്ങളെന്തോ പശുവോ? വാഴയില തിന്നാനല്ലെന്ന്, വാഴയിലയിൽ ഇന്ന് ഫുഡ് വിളമ്പി നമ്മൾ രണ്ടും ഒരുമിച്ച് കഴിക്കും. അതിന് 1-2 ഇല പോരായോ? നിങ്ങൾ എന്തിനീ വാഴ മൂടോടെ വെട്ടിക്കൊണ്ട് വന്നേക്കുന്നത്? ഇനി പൊക്കത്തിലല്ലായിരുന്നു ഇല നിന്നത്, ചാടി പിടിച്ചതാ. ഇത് ചരിഞ്ഞങ്ങ് വീണു. പിന്നെ മെനക്കെട്ടില്ല, മൂടോടെ വെട്ടിക്കൊണ്ട് ഇനി പോന്നു. ഇന്ന് നമ്മള് ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി ഒരുമിച്ച് വാഴയിലയിൽ വിളമ്പി കഴിക്കും. ഇവിടുന്ന് വെച്ചുണ്ടാക്കി കഴിക്കാനാണോ? പിന്നല്ലാതെ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഈ അടിപൊളി ഡ്രസ്സ് കിട്ടുകൊണ്ട് ഞാൻ അടുക്കള കയറി തീയും പോകാൻ കൊള്ളണോ മനുഷ്യ? എടി പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് എന്തോ തിന്നുവെന്നായി പറയുന്നത്? ചേട്ടൻ സ്നഗ്ഗിന്ന് ഓർഡർ ചെയ്യ്. ഏത് നിന്റെ 90 വയസ്സായി കിടപ്പിലായ അപ്പൂപ്പനാണോ ഡി സ്നഗ്ഗി ഓർഡർ ചെയ്യാൻ പറഞ്ഞത്? നിങ്ങളെന്തോന്നാ ഈ പറയുന്നത്? അല്ല, നീ സ്നഗ്ഗി ഓർഡർ ചെയ്യാൻ പറഞ്ഞോണ്ട് പറഞ്ഞത്? ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ ചേട്ടാ, ഇപ്പോഴീ പുതിയ പിള്ളേരൊക്കെ ഈ ബൈക്കിന്റെ പുറകിൽ പെട്ടി ഓട്ടോറിക്ഷ വെച്ചോണ്ട് വരത്തില്ലേ ഫുഡ്? അത് സ്നഗ്ഗി അല്ലെന്നും, അത് സ്വിഗ്ഗി. എനിക്കറിയാം. എന്തുവാ? ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഒരാഗ്രഹവും സാധിച്ചു തരത്തില്ലല്ലോ. പണ്ട് എനിക്കൊരു ആമ്പൽപ്പൂ വേണമെന്ന് പറഞ്ഞപ്പോ ഉടുമുണ്ടുരിഞ്ഞ് കളഞ്ഞ് ആമ്പൽക്കുളത്തിൽ ചാടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേലും ആ ആമ്പൽക്കുളത്തിലെ മീൻ ഇപ്പോഴും നല്ല ഓർമ്മയാണ്. ചുമ്മാ അല്ല, ഞാൻ ആ കുളത്തിന്റെ അതുവഴി പോകുമ്പോ മീനൊക്കെ റൂട്ട് മാറി പോകുന്നത്. അതങ്ങ് പോട്ടെ. നമ്മള് പ്രേമിച്ചു തരുന്ന സമയത്തേ നിങ്ങൾ എന്റെ ബർത്ത്ഡേക്ക് രാത്രി ഗിഫ്റ്റ് കൊണ്ട് എന്റെ ജനന്റെ അവിടെ വന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്ന്, എന്നിട്ട് എനിക്കൊരു ഉമ്മ തന്നത് മറന്നുപോയോ? ഞാനോ? സോറി, നിങ്ങളല്ല, അകലത്തായിപ്പോയല്ല നിന്നെ പിടിച്ച രാത്രി എന്റെ കിണറ്റിലിട്ട് നിന്നെ ഞാൻ കലക്കൂടാ. നീ ലോകത്തുള്ള പണ്ടത്തെ കാര്യമെല്ലാം ഓർത്തിരിക്കുവന്നല്ലോടി. ഇടി, നമ്മൾ പ്രേമിച്ചോണ്ടിരുന്ന സമയത്ത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ടടി. നിന്നെ കാണാൻ ഒരു ദിവസം പാതിരാത്രിക്ക് ഞാൻ നിന്റെ വീട്ടിൽ വന്നു. നിന്റെ ആങ്ങളമാർ എന്നെ റബ്ബർ മരത്തെ കെട്ടിയിട്ടു. എന്നിട്ട് എന്തുവാന്നോ ചേട്ടാ കണ്ടോ? ഇതെന്തോ ചേട്ടാ, താമരശ്ശേരി ചുരോ? താമരശ്ശേരി ചുരമല്ല, രാവിലെ റബ്ബർ വെട്ടാൻ വന്നു മാർക്ക് ചെയ്തിട്ട് പാലെടുക്കാൻ നോക്കിയത്. അത്രയ്ക്ക് ദുഷ്ടന്മാരല്ലോടി നിന്റെ ആങ്ങളമാര്. നിങ്ങൾ എല്ലാവരും എനിക്കറിയാം. എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിയുമ്പോ ഉടനെ എന്റെ വീട്ടുകാരെ കുറ്റം പറയും. അതെന്റെ ആഗ്രഹം സാധിച്ചായിരിക്കല്ലോ. നിന്റെ ആഗ്രഹം എന്തുവാണ് ഞാൻ സാധിച്ചു തരാതിരുന്നിട്ടുള്ളത്? കല്യാണം കഴിച്ചിട്ട് നീ പറഞ്ഞു മൂന്നാറിൽ നീലക്കുറിഞ്ഞ് പൂത്തത് കാണാൻ പോണമെന്ന് പറഞ്ഞു. 3 ദിവസം മൂന്നാറിൽ പോയി താമസിച്ചില്ലേടി നമ്മള്? 3 ദിവസവും താമസിച്ചു. ആ 3 ദിവസവും ഞാൻ കണ്ടത് ആ ഹോട്ടലിലെ സീലിംഗ് ഫാൻ കിടന്ന് കറങ്ങുന്നതല്ലാതെ നീലക്കുറിഞ്ഞ് പൂത്തത് ഞാൻ കണ്ടില്ല. ഞാനൊട്ട് പൂത്തോ അതും ഇല്ല. നിനക്കിപ്പോ എന്തുവാ വേണ്ട? പുറത്തൊന്ന് ഫുഡ് മതി, അതുപോലെ ഞാൻ എന്തൊരു കഷ്ടമാകും. നല്ലൊരു ദിവസമായിട്ട് നോക്ക്, എന്തുവാ വേണ്ട നോക്കും. ചേട്ടാ, ഈ പിരമിഡ് മേടിച്ച് നമുക്ക് ഇട്ടോട് കഴിച്ചാലോ? അത് പിരമിഡ് അല്ല, നെയ് റോസ്റ്റ് കുമ്പിള് കുത്തി വെച്ചേക്കുന്ന ആള്. വേറെ നോക്കുന്നു. ഇതെന്തോ കിഴങ്ങറി ദോശക്കകത്ത് പൊതിഞ്ഞ് വെച്ചേക്കുന്നേ? എടി ബ്ലാങ്കോത്തി, അതാണ് മസാല ദോശ. മസാല ദോശ മതിയോ? മസാല ദോശ തിന്നാനുള്ള ആഗ്രഹമൊന്നും എനിക്കുണ്ടാവും തോന്നുന്നില്ല. നിങ്ങൾ ചുമ്മാ വെറുതെ മസാല പറയാതെ മൊത്തം കിഴങ്ങാന്ന്. നിങ്ങളുടെ കാര്യമല്ല, മസാല ദോശക്കകത്ത് മൊത്തം കിഴങ്ങാന്ന്. പിന്നെ എന്തുവാ വേണ്ടെന്ന് നീ പറ. എനിക്ക് ഇന്ന് എന്തോലും ഒന്ന് കടിച്ച് പറിക്കണം. നീ എന്റെ ബുക്കിളിനേറ്റ് കുത്തിവെ പഠിപ്പിച്ചിട്ടേ അടങ്ങത്തുള്ളില്ലയോ? നിങ്ങളെ കടിച്ച് പറിക്കുന്ന ആരെയല്ല പറഞ്ഞത്. എനിക്ക് നോൺ വെജ് മതി. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല,
ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി പിന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഇല്ലയോ? അതെ. എന്തുവാ പ്ലാന്? എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീര പ്ലാനാണ്. ഒരാളും ഇതുവരെ ചിന്തിക്കാത്ത പ്ലാനാണ്. എനിക്ക് വയ്യ. നമ്മുടെ ആദ്യ രാത്രി ഇന്ന് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇന്നും കള്ളു പിടിച്ചിട്ട് കടക്കപ്പായ എടുക്കാനാ പ്ലാന്? അതാണ് പറഞ്ഞത്. എടി പഴയ സിനിമകളൊക്കെ വളരെ HD ക്വാളിറ്റിയിൽ 2Kയിലും 4Kയിലും ഒക്കെ റീമാസ്റ്റർ ചെയ്ത് ഇറങ്ങുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആദ്യ രാത്രിയും ഇന്ന് ഞാൻ റീമാസ്റ്റർ ചെയ്ത് അങ്ങോട്ട് ഇറക്കും. അങ്ങോട്ടാണ് ആകെ 3 MB ഉള്ളവനാ 2Kയുടെ ബ്രോക്കറെ കഥ പറയുന്നു. ഒരു ചെറിയ ഷോർട്ട് ഫിലിം കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്തോലും കാണും, പക്ഷേ എനിക്ക് തരാന്ന് പറഞ്ഞ സാധനം തന്നില്ല. തന്നല്ലോ, മതിയോ? അയ്യോ ഇതല്ല, എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് റിങ് തരാന്ന് പറഞ്ഞായിരുന്നു. ഓ സോറി ഡി, ഞാൻ മറന്നുപോയി. അതാരാ വിളിക്കുന്നേ? എടുക്കണ്ട, ഞാൻ തന്ന റിങ്ങാ അത്. തൽക്കാലം പൈസ ഇല്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. എടോ ആകാശം മുട്ട വളർന്നല്ലോളൂ, ഇപ്പോഴും ഈ ബാലിശ കോമഡി കളയാറായില്ലയോ? ഞാൻ ഈ സ്പോട്ടിൽ അടിക്കുന്ന ആളായതുകൊണ്ട് എന്തോ കിട്ടിയാലും വെച്ചടിക്കും ഞാൻ. അയ്യോ എനിക്കറിയാമല്ലോ. നീ ഇങ്ങോട്ട് വന്നേ. പാഴ്സൽ വന്നു കേട്ടോ. ബിരിയാണി വന്നു. ഞാൻ പൈസ വീട്ടിൽ കൊണ്ട് തരാനാ, അല്ലാതെ നിനക്ക് പകുതിക്ക് വരെ ഇട്ടിട്ട് പോകാനല്ല കേട്ടോടാ. കൊച്ചോട് വടക്കുണ്ടാക്കാതെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, എനിക്കൊന്ന് കടിച്ച് പറിക്കണം പെട്ടെന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഉമ്മാര് കൊണ്ടുതരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്നാടി കഴിക്ക്. ഞാനാദ്യം കഴിക്കണം. നീ കഴിച്ചോ. വിളമ്പാൻ വരട്ടെ. ആകപ്പാടെ ഒരു ബിരിയാണി ഉണ്ട്, അത് വിളമ്പാൻ ഇനി വരട്ടെ എന്നോ? വേണ്ട, ഞങ്ങൾ തന്നെ വിളമ്പി കഴിച്ചോളാം. കേട്ടോ, അത് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ സുരേന്ദ്രൻ ചേട്ടൻ അല്ലയോ? ഏത് നമ്മളെ എപ്പോഴും ചീത്ത വിളിക്കുന്ന സുരേന്ദ്രനോ? ആ, അയാളെന്താ ഇങ്ങോട്ട് വരുന്നത്? ഇനി മിക്കവാറും ബിരിയാണിയുടെ മണം അടിച്ചിട്ട് വരുമായിരിക്കും. കിടക്കുന്ന കിടപ്പ് കേട്ടോ. ഇന്ന് രാവിലെ തല ഉയർത്തി നോക്കി നിന്ന് ഞാൻ തൊട്ടു തീർത്താന്നേ. എന്താ കാണിക്കുക? എടാ മഹാബാബി, ഇതെന്തുവാടാ ഇത്? ഇത് ഈന്തപ്പന. ഇയാൾക്ക് കണ്ണ് കാണാൻ പാടില്ല, വാഴയല്ലോ ഇത്. എന്റെ പറമ്പിൽ കയറി വാഴ വെട്ടാൻ നിന്നോട് ആരാടാ പറഞ്ഞത്? അല്ല ചേട്ടാ, ഞാനേ ഒരില വെട്ടാൻ വേണ്ടി വന്നതാണേ, ക്ഷമിക്കണം. ഞാൻ ഇല പിടിച്ചപ്പോ ഇത് മറിഞ്ഞു വീണു, അപ്പൊ പിന്നെ മൂടോടിഞ്ഞ് വെട്ടി. സോറി. എന്താ സോറി? എടാ എന്റെ അച്ഛന്റെ കുഴിമാടത്തിന് മുകളിൽ നിന്ന് ഞാൻ നട്ടു വളർത്തിയ വാഴയാടാ ഇത്. ഈ വെട്ടി അറിയാമോ? അയ്യോ, അച്ഛന്റെ കുഴിമാടത്തിന് വാഴയായിരുന്നു ഇത്. ഞാൻ അറിഞ്ഞില്ല ചേട്ടാ. അത് ചോദിച്ചിട്ട് വെട്ടത്തില്ലായിരുന്നോടാ. അച്ഛൻ ചത്തുപോയില്ലേ, പിന്നെ ഞാൻ ആരോട് ചോദിക്കാനാ? അതെന്നെ പറഞ്ഞത്. എടാ ഞാൻ ഇതിനെ വളർത്തുന്നത് വെറും വാഴയായിട്ടല്ല, എന്റെ അച്ഛനായിട്ടാ വളർത്തുന്നത്. എന്റെ അച്ഛൻ വാഴയാടേ കിടക്കുന്നത്, എന്റെ അച്ഛൻ വാഴ. ആ, ജീവിച്ചിരുന്നപ്പോ അച്ഛൻ പറഞ്ഞത് മോനാ വാഴ, ഇപ്പൊ മോൻ എന്ന് പറയുന്നത് അച്ഛനാ വാഴ. സത്യത്തിൽ ആരാ വാഴ? എന്നും രാവിലെ വൈകിട്ടും വെള്ളം ഒഴിച്ച് എന്റെ അച്ഛനെ ദാഹം മാറ്റി വളർത്തിയെടുത്തയാളാ ഞാൻ അറിയാം. എന്നും രാവിലെ ഇവൻ വെള്ളം ഓച്ചു വന്ന്. എടാ, ജീവിച്ചിരുന്നപ്പോ അങ്ങാർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്തവനല്ലോടാ നീ. ആര് പറഞ്ഞു? ഞാൻ നല്ലതായിട്ട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടല്ലോ അച്ഛനെ. ഓ, കുടിപ്പിച്ചിട്ടുണ്ട്, വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. നീ ഇത് കേൾക്കണം. ഒരു ദിവസം ഇവന്റെ അച്ഛൻ വയ്യാതെ കിടന്ന് മോനെ ഇച്ചിരി വെള്ളം താടാന്ന് പറഞ്ഞപ്പോ അങ്ങാരെ പൊക്കി കിണറ്റിലിട്ടവനല്ലോടാ നീ. ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് തികയത്തില്ലല്ലോ. ആ, എന്നിട്ട് ഇവന്റെ അച്ഛനെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചത് ഞാനാ. കരയിലോട്ട് കൊണ്ടുവന്നപ്പം വയറ് കാണണം വീർത്തിരിക്കുക, പൊറോട്ടയ്ക്ക് മാവ് കുഴച്ച് വെച്ചതുപോലെ. ഞാനാ വയറ്റി പിടിച്ച് 2 ഞെക്കും, വായിന്ന് വെള്ളം തേടി ഇങ്ങനെ ചീറ്റുക. ആ വെള്ളച്ചാട്ടം കാണാൻ നാട്ടുകാരെ പാസ് എടുത്ത് കയറ്റിയവനായി. വീട്ടിലൊരു അത്ഭുതം നടക്കുന്നു. ഓസക്കാരിലും കാണിക്കാൻ പറ്റുമോ രമണി? ചോദ്യം മൊത്തം ഞാനും ഉത്തരം മൊത്തം രമണിക്ക് വന്നോടാ. നിന്റെ പ്രൊഫസറാണോടാ നിൽക്കുന്നത്? അയ്യോ അയ്യോ ദൈവമേ, എന്റെ അച്ഛന്റെ കൂമ്പ് പാടി കിടക്കുന്നത്. അയ്യോ ഇതെന്നൊരു തേൻ കുടിക്കാൻ പോലും ഞാനൊരു വാവലിനെ സമ്മതിച്ചിട്ടില്ല. ഇതിന് കൈ വന്ന് വിരുന്ന് വിളിക്കാൻ ഒരു കാക്കയെ ഞാൻ സമ്മതിച്ചിട്ടില്ല. വാഴ നനയുമ്പോ ചീര നനയെന്ന് പറഞ്ഞ എന്റെ പെണ്ണുമുള്ള ഇത് ചോദിച്ചൊരു ഒരു ചീര നട്ടു, അത് ഞാൻ മൂട്ടി വെട്ടി കളഞ്ഞു. എന്റെ അച്ഛന്റെ കീഴിൽ ഒരു ചീരയും വളരണ്ട. അങ്ങനെ പരിപാലിച്ച് നടന്ന് എന്റെ അച്ഛനായത്. ഹലോ, എന്റെ അച്ഛനെ വെട്ടിയിട്ടേക്കുന്നത് ഇതുപോലെ വെട്ടി കൊല്ലൂടാ. സുരേന്ദ്രണ്ണ, പ്രശ്നം ഉണ്ടാക്കരുത്. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. എന്താണ് നല്ല ദിവസം? ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. എത്രാമത്തെ? 5ാമത്തെ. അല്ല, ഇവരെത്രാമത്തെയാ? എടാ, 8 കൊല്ലം പ്രേമിച്ചിട്ട് ഞാൻ കല്യാണം കഴിച്ച പെണ്ണാടായത്. തോന്നിയ ദിവസം പറഞ്ഞ ചെവിക്കല്ലി അതിൽ പൊട്ടിക്കും ഞാൻ. പൊട്ടിക്കൂടാ ഞാൻ. പൊട്ടിക്കും ഞാൻ. അടിക്കും ഞാൻ. അടിക്കും ഞാൻ. തുപ്പരുതാ, തുപ്പരുത്, തുപ്പരുതാ. ആ മുറിവെ തുപ്പരുതാ. ഉള്ള കാര്യം ഞാൻ പറയാം. എന്റെ മുറ്റത്ത് വന്ന് എന്റെ മുറ്റത്ത് അയ്യോ ആകപ്പാട് ഒരു ബിരിയാണിയോളോ നാട്ടുകാരെ വിളിച്ചാൽ കൊടുക്കാനില്ല. ബിരിയാണി കാര്യമല്ല, അയാളാണ് നിന്നെ വെട്ടിപ്പിടുത്താൻ പോവാ. സോറി അച്ഛാ, അത്രേ വെട്ടി
നിന്നോടാ. സുരേന്ദ്രനോ എന്തുവാ ആ മനുഷ്യന് ഒരു വട്ടമല്ലാതെ വെട്ടിയുള്ളൂ. നിങ്ങൾ അച്ഛനെ കഞ്ഞാ കുഞ്ഞാന്ന് വെട്ടിക്കൂട്ടിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? നീ ഒന്നും ചെയ്യാനില്ല. മര്യാദയ്ക്ക് നിന്റെ വാഴം കൊലയൊക്കെ എടുത്തോണ്ട് പോകണം. എന്നിട്ട് ഇവിടെ വൃത്തിയാക്കി തരണം. എന്റെ പെണ്ണുപിള്ളയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഇവിടുത്തെ പ്ലേറ്റിൽ ഒഴിച്ച് കഴിച്ചോളാം. എടാ, നീ പറഞ്ഞേ. നിന്റെ വാഴ കൂമ്പ് കൊലയൊക്കെ എടുത്തോണ്ട് പോകണം. ഇവിടെ വൃത്തിയാക്കി തരണമെന്ന്. അല്ല, അത് കഴിഞ്ഞൊരു സംഭവം പറഞ്ഞായിരുന്നു. എന്റെ പെണ്ണുപിള്ളയുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അതല്ല, അത് ഞാൻ കേട്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ വേറെ സംഭവം പറഞ്ഞായിരുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും ഒരു പ്ലേറ്റ് ഉള്ളു ഇവിടെ. പ്ലേറ്റ് അല്ലെന്ന് വേറെ എന്തോ ഒരു സംഭവം പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അനിയ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പെങ്ങളെ. ഞാൻ എന്തോ മനുഷ്യനായത്. നല്ലൊരു സംഭവം നടക്കുമ്പോ ഇവിടെ വന്ന് അലമ്പുണ്ടാക്കുക, നാശം ഉണ്ടാക്കുക. ഒരു മഹാഭാവിയാ ഞാൻ. ഞാൻ പറഞ്ഞില്ലേ, സുരേന്ദ്രനും പെട്ടെന്ന് ചൂടാകുന്നില്ലേ. ഇതുപോലെ തങ്കപ്പെട്ട മനസ്സുള്ള ഒരു മനുഷ്യൻ. ഞങ്ങളൊന്ന് ആശീർവദിക്കണം. ആശീർവദിക്കാം. പ്രിയമുള്ളവരെ, 5ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് എന്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആശംസിക്കുക. അന്നപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചെറിയ പരിപാടി. അങ്ങനെ പോകാൻ പറ്റും. ഞാൻ അതിഥിയല്ലയോ. അതുകൊണ്ട് അതിഥി ദേവോ ഭവ, അതിഥിയെ സൽക്കരിക്കണമെന്നാ പറഞ്ഞു. അത് സൽക്കരിക്കാൻ ഞങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അല്ല, നിങ്ങൾ വിളപ്പിത്താ വിളപ്പിത്താ. അയ്യോ വിളപ്പി ഞാൻ കൊടുക്കും. അണ്ണാ ഇവിടെ പ്ലേറ്റ് ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു പ്ലേറ്റില്ല കഴിക്കുന്നത്. പ്ലേറ്റ് ഇല്ല. പ്ലേറ്റ് ഇല്ല. ഇത് മതി. ഇത് മതി. അല്ല, ഇത് അങ്ങനെ അച്ഛനാന്നല്ലേ പറഞ്ഞത്. അച്ഛനൊക്കെ ഓടുകയാണ്. പോ അവിടെ പോയി. ചേട്ടാ, ഒരെണ്ണേ ഉള്ളൂ. ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. പാകത്തി എടുക്കണം ഞാൻ. അവൻ പകുതി കഴിക്കട്ടെ, ഇല്ലെങ്കിൽ അവനെ വെട്ടി പിരുത്ത് കളയോ. പകുതി കൊടുക്കാവേ. പകുതിയുള്ളൂ, പകുതി. മറ്റേ വെള്ള സാധനം വെച്ചെടുത്ത ചുണ്ണാമ്പ്. അയ്യോ, ഇത് ചുണ്ണാമ്പല്ല, ഇതാണ് മൊണാലിസ. മയോണൈസ്. ചുവന്ന ക്ലോസപ്പ് വെച്ചിട്ട് ക്ലോസപ്പ് കുറച്ച്. ക്ലോസപ്പ്? അയ്യോ, ഇത് ക്ലോസപ്പ് അല്ല, ഇതാണ് ടൊമാറ്റോ സോസ്. ഓ, തക്കാളി ചാറ്. ഇതാ അടി. ഏടാ, 5 കൊല്ലം കല്യാണം കഴിച്ചിട്ടൊക്കെ. മക്കളൊക്കെ മക്കളൊക്കെ അല്ല, മക്കളൊക്കെ ആയോ? അല്ലേട്ടാ, ഞങ്ങൾക്ക് 5 കൊല്ലമല്ല ആയിട്ടുള്ളൂ. നമുക്കിപ്പോ ഒരു ചെറിയ ഗ്യാപ്പ് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുവാണ്. അങ്ങനെ ഗ്യാപ്പ് ഇടില്ല, അടുത്ത് നിൽക്കണം എപ്പോഴും. പിന്നെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്കൊരു പ്രശ്നമില്ലാണ്. നോക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞില്ല, പിള്ളേർക്ക് വേണ്ടേ? ഞാൻ സംഭവം ഞങ്ങളൊന്ന് സെറ്റിൽ ആവണ്ടേണ ഒന്ന് സാമ്പത്തിക. തെറ്റിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 5-6 പിള്ളേരൊക്കെ വേണം. 5 കൊല്ലം ആയില്ലോ. ആണോ, അത് സമയത്ത് ആയിക്കോളൂ. അല്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് പിള്ളേരില്ലാത്ത ഇയാൾക്കാന്നോ ഇത്ര പ്രശ്നം? മര്യാദക്ക് ഞണ്ടിട്ട് പോകാൻ നോക്കും. സൂപ്പർ സൂപ്പർ. ആ, സൂപ്പർ. പിന്നെ ഓസുക്ക് വന്ന് എന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ. കൈ എഴുതുന്ന എവിടാ? ഇതിന് താഴോട്ട് കഴിയാൽ മതി. കൈ വെള്ളം വെച്ചേക്കുന്ന പുറത്തിരിപ്പുണ്ട്. പുറത്ത് വെള്ളം കൊണ്ട് നടക്കാൻ നീ തൊട്ടോ? എന്റെ പുറത്തോട്ടല്ല, വീടിന്റെ പുറത്ത് വെള്ളം ഇരിപ്പുണ്ട്. പോയി കഴുകും. ഇതിലെ വീട്ടിലോട്ട് പോയാൽ ഞാൻ വന്നേക്കാം. ആരോടാ പറഞ്ഞു? എന്റെ ആമ്പക്കത്തിനോ. അവൻ പകച്ചത്തില്ല, അവൻ വെട്ടിപ്പിരിക്കൊന്നു. നിനക്ക് ബിരിയാണി ആണോ ഇഷ്ടം? അത് എന്നെ പിരിപിരിന്ന് വെട്ടുന്ന കാണാനാണോ ഇഷ്ടം? എനിക്ക് ബിരിയാണി കേട്ടിരിക്കുന്നത് തിന്നെ കൊണ്ട് വരുന്നരി വരുന്നരി. എന്തായാലും ഒരു കാര്യം, ഇതുപോലൊരു ബിരിയാണി എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിഞ്ഞിട്ടേ അവര് പ്രത്യേകം പ്രിപ്പയർ ചെയ്ത ബിരിയാണി, അതാ ഇത്രയും ടേസ്റ്റ്. ഈ ചിക്കൻ എന്നോട് പറഞ്ഞായിരുന്നു, അത്രയ്ക്ക് സൂപ്പർ ബിരിയാണി. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും ഇരിക്കേ. ഞാൻ പറഞ്ഞില്ലേ അണ്ണൻ നമുക്ക് വിളമ്പി തരും. അപ്പോഴേ എനിക്ക് ഒരുപാട് ഇത് ഇഷ്ടപ്പെട്ടു. നല്ല സാധനമാണ്. ബാക്കി ഞാൻ വീട്ടിൽ കൊണ്ട് കഴിച്ചോളാം. അയാൾ മൊത്തം കൊണ്ടുപോന്നു. ഞാൻ ഇനി എന്തോ എടുത്ത് കടിച്ചു പറിക്കും. എടി, നിനക്ക് എന്തോലൊന്ന് കടിച്ചു പറിച്ചാ പോരെ, ഇവരെ കടിച്ചു പറിക്കണി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മോളെ. നല്ലൊരു കൈഡി. നല്ല ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. നല്ലൊരു സബ്ജക്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് കേട്ടോ. ഒരുപാട് ബഹളങ്ങളൊന്നുമില്ലെങ്കിലും നല്ല വൃത്തിയായിട്ട് മനോഹരമായിട്ട് നല്ല കൗണ്ടറുകളെന്ന് പറഞ്ഞാൽ നല്ല പഞ്ചുള്ള കൗണ്ടറുകളെല്ലാം മനോജ് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. കുറേ കാലത്തിനിടയ്ക്കാണ് മനോജ് ഇത്രയും ഫ്രീ ആയിട്ട് നിന്നും ഇത്രയും ചിരിപ്പിച്ചത് മനോജ് കുറേ നാളുകൾക്ക് ശേഷമാണ്. നിൻ്റെ അകത്ത് ഓരോരോ കൗണ്ടറുകൾ സത്യം പറഞ്ഞാൽ ഓർത്തിരിക്കുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്നാ ഏമ്പക്കത്തിനോട് എന്തായാലും നിങ്ങൾ 3 പേരും നല്ല പാക്കായിട്ട്, ഫീമെയിലും നല്ല രസമായിരുന്നു 3 പേരും. നജീഷിനെ അറിയാലോ, അവന് ഒരു സാധനങ്ങളും തെറ്റിക്കാറില്ല. ഉള്ളത് ഇനിയിപ്പോൾ ഇച്ചിരി മാർക്ക് കുറഞ്ഞാൽ പോലും പ്രസൻറ്റേഷൻ്റെ ഭാഗത്ത് അവൻ പക്കായിട്ട് നിൽക്കാം, തുടക്കം മുതൽ ഇന്ന് വരെയും. അപ്പോൾ എന്തായാലും നന്നായിരുന്നു, അടിപൊളി. ഇനിയും ഗംഭീരമാകട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ചേട്ടാ മനോജേ, തകർത്തട്ടാ. നന്നായിരുന്നു.
എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വെടിക്കെട്ടൊക്കെ കത്തിക്കൂലേ നമ്മൾ ഓരോ പടക്കം ടൈ 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 എന്ന് പറഞ്ഞിട്ട് അവസാനമാണ് അതിൻ്റെ ഒരു കൂട്ട പൊരിച്ചിലുണ്ടാവണത്. അതേപോലെ ആയിരുന്നു ആദ്യത്തെ കുറച്ച് നേരം ഒരു മനോജൊക്കെ വരണേക്ക് മുമ്പ് കുറച്ച്. പക്ഷെ അതിനകത്ത് പറയേണ്ട ഒരു പോസിറ്റീവ് സംഭവമുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം ഒരു ക്ലാഷ് വരാതെ നന്നായിട്ട് രമണിയും അതുപോലെ ഹസ്ബൻഡും നീലക്കുറിഞ്ഞിയുടെ ഒക്കെ കൗണ്ടറൊക്കെ പറഞ്ഞത് വന്നതൊക്കെ നല്ല ഗ്രാൻഡ് ആയിരുന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കോമഡി അവിടെ കുറവായിരുന്നു. പക്ഷെ ആ കോമഡി കുറവിന് മനോജ് വന്നതിന് ശേഷം പിന്നെ ഒരു പൊളിയായിരുന്നു. അയ്യോ അച്ഛനായിട്ടൊക്കെ സംസാരിക്കണം മനോജ്. അതെന്തേ ഹലോ എന്ന് പറഞ്ഞത്? ഗംഭീരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നിങ്ങൾ 3 പേരും ഇനി ഈ ട്രാക്ക് പിടിച്ചാൽ മതി. പറയാൻ കാര്യം ഇതിൻ്റെ ഫ്രഷ്നെസ് എന്ന് പറയുന്നത് എടുത്തു പറയാൻ കാര്യം നിങ്ങൾ 3 പേരും കളിച്ചുകൊണ്ടിരിക്കുന്ന കൗണ്ടറുകൾക്ക് നല്ല ഫാസ്റ്റ് കൗണ്ടറുകൾ, അതായത് ഒന്ന് പറഞ്ഞ് പടപടപട അടിച്ചടിച്ച് പോകുന്ന കൗണ്ടർ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് മാറി മനോജ് എന്നൊരു ക്യാരക്ടർ ബേസ്ഡ് ഒരു സാധനം വന്ന് വളരെ സ്ലോയിൽ വളരെ ലൈഫായിട്ട് നിന്ന് പൊളിച്ചടുക്കി കളിച്ചെന്ന് പറയാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു മീറ്റർ പിടിച്ചാൽ നിങ്ങൾ ഭയങ്കര രസം, ഭയങ്കര ലൈഫാണ് നിങ്ങളുടെ 3 പേരുടെയും കളി എന്ന് പറയുന്നത്. നിങ്ങൾ തമ്മിൽ ആദ്യത്തെ കോമ്പോ നല്ല കൗണ്ടറുകളൊക്കെ സനീഷ് ഉഗ്രം ടൈമിംഗ് ആയിരുന്നു അടിച്ചത്. ഉഗ്രം കൗണ്ടറുകളാണ്. നിലക്കുറഞ്ഞ് വന്നു ഞാൻ മാത്രം പൂത്തില്ല എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ ഈ മീറ്ററിൽ പൊക്കൂ, സംശയമില്ല. നിങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ നല്ല സ്കിറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മനോഹരമായിരുന്നു കേട്ടോ 3 പേരുടെയും പ്ലേ. അപ്പോൾ 3 പേർക്ക് മനോജ് നമ്മ സാധാരണ കല്യാണം കഴിഞ്ഞാൽ ഒരു 2 മാസം 3 മാസം കഴിയുമ്പോൾ വിശേഷമായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പരിപാടി അത് ഗംഭീരമായിരുന്നു. അല്ല ബിജുക്കുട്ട അതൊന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഇന്നും കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ല എനിക്ക് വീട്ടുകാർക്ക് പ്രശ്നമില്ല, നമുക്ക് ആർക്കും പ്രശ്നം ഉണ്ടാവൂല. വൈഫിന് പ്രശ്നം ഉണ്ടാവൂല, ഹസ്ബൻഡിന് പ്രശ്നം ഉണ്ടാവൂല, വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവൂല. പക്ഷെ ചോദിക്കണവനാണ് പ്രശ്നം. അത് കറക്റ്റ് ആയിരുന്നു. മനോജിന്റെ ആ നിന്നിട്ടുള്ള ഭക്ഷണം കഴിക്കണമുണ്ട് അതിന്റെ ഇടയിൽ. പിന്നെ നിനക്കുണ്ടോ പ്രശ്നം? ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ പിന്നെ മാർക്കിലേക്ക് പോയാലോ? അപ്പം ബിജുക്കുട്ട ചേട്ടൻ ഞാനൊരു 12 മാർക്ക് കൊടുക്കും. 12,000 രൂപ. അത് കലക്കി. നസീർക്ക ഞാനൊരു 13 മാർക്ക് കൊടുക്കും. ടോട്ടൽ ഇപ്പൊ തന്നെ 25,000 രൂപ ആയിട്ടുണ്ട്. ചേട്ടാ കനത്തിൽ അങ്ങോട്ട് കൊടുത്തരും കേട്ടോ. ഒരു ഗൂഗിൾ പേ അങ്ങ് ചെയ്തേക്കും. 50,000 രൂപ നല്ല എമൗണ്ട് ആണ്. അപ്പൊ ഉഷാറായി. അടുത്ത സ്കിറ്റിൽ ഇതിലും കൂടുതൽ വാങ്ങിക്കാം. 6ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്കെങ്കിലും ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റും. താങ്ക് യു കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ഐറ്റം ടീമിനെ വിളിക്കാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം റജി ചേട്ടൻ, പ്രജിത്ത് ആൻഡ് വിഷ്ണു. ഇത് ഐറ്റം വേറെ. കത്തിക്കട്ടെ. ഒന്ന് തുണയുണ്ടെങ്കിൽ കത്തിക്ക്. നിങ്ങൾ എന്റെ ഒരു തുണി കത്തിച്ചാൽ നിങ്ങളെ 10 തുണി ഞാൻ വേറെ കത്തിക്കും. നീ എന്തിനാടി എന്റെ തുണി കത്തിക്കുന്നതെന്ന് പറഞ്ഞ് വിഷയം ഉണ്ടാക്കുന്നത്? അതെന്തിനാന്നോ? എനിക്കിപ്പോ അറിയണം എങ്ങനെയാണ് നിങ്ങളുടെ ഉടുപ്പയിൽ ലിപ്സ്റ്റിക് വന്നത്. ലിപ്സ്റ്റിക് അല്ല, അത് മുറുക്കാൻ കറയല്ലയോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുറുക്കുന്ന സ്വഭാവമുള്ള നിനക്ക് അറിയത്തില്ലയോ? അപ്പൊ മനസ്സിലായോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അയഞ്ഞു കിടക്കുവാണെന്ന്? എന്റെ മനുഷ്യനെ ഇങ്ങനെ കൂടെ കൂടെ മുറുക്കരുത്, പല്ലേ കറ വരും. ഇതുപോലെ ഇത് മുറുക്കാൻ കറയായിരുന്നോ? ഞാൻ ഓർത്തരെ നീ ഭാഷം കയറിട്ടൊക്കെ വല്ല കൂട്ടേച്ചടിച്ചു വെച്ചേക്കുമായിരിക്കും. എന്ത് ഇതുപോലെ സന്തോഷത്തോടെ ഇരുന്നാലേ നമ്മളെന്നും ഇങ്ങനെ ചെറുപ്പക്കാരെ പോലെ ഇരിക്കും. അതൊക്കെ അങ്ങ് പണ്ടൊക്കെ എന്തോ ആയിരുന്നടി? അന്നും ഇങ്ങനൊക്കെ തന്നെയായിരുന്നു. അതെ, പിന്നെ നിങ്ങൾ പെൻഷന് പോയിട്ട് പെൻഷൻ മേടിച്ചാ? ഞാൻ അവിടെ ചെന്നിട്ട് എഴുതി കൊടുത്തിട്ട് എനിക്ക് പെൻഷൻ വേണ്ടെന്ന്. അയ്യോ അതല്ല, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത പെൻഷൻ ഒന്നും എടുത്ത് തലയിൽ കയറ്റരുതെന്ന്. അയ്യോ കുടിയാനായിട്ട് പെൻഷന്റെ കാര്യമല്ല, ടെൻഷൻ ഉണ്ടാവരുതെന്നാണ് പറഞ്ഞത്. ആണോ? അപ്പൊ ഇനി എനിക്ക് കാശ് കിട്ടത്തില്ലടി. ഉള്ള വരുമാനം കൊണ്ട് കളഞ്ഞായിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നാളെ മുതൽ തൊഴിലുറപ്പ് പണിക്ക് ഇവിടുന്ന് ഇറങ്ങിക്കോണം. അയ്യോ
അതെങ്ങനെയാണ്? തൊഴിലുറപ്പ് പണിക്ക് വരുന്ന പെണ്ണുങ്ങളുടെ പുറകെ ചെന്ന് എന്തെല്ലാമോ പറഞ്ഞു കൊടുത്തിട്ട് അവരെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് വന്ന് നിൽക്കുക മാന്യൻ. ഞാൻ അതുവഴി എന്തപ്പോ ഈ പെണ്ണുങ്ങളെല്ലാരും കൂടെ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ. ഞാൻ ചോദിച്ചടി പെണ്ണുങ്ങളെ ഇങ്ങനെ ജോലി ചെയ്യാതെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ എയ്ഡ്സ് വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് ഇവളുമാര് തൂമ്പാൻ ചട്ടിയല്ലേ ഇട്ടിട്ട് ഒറ്റ ഓട്ടം. അതിപ്പോ എന്റെ കുറ്റമാണോ? അയ്യോ എന്റെ ദൈവമേ, എയ്ഡ്സ് വരുമെന്നല്ല, പിന്നെ? തൊഴിലുറപ്പിന്റെ ADS വരുമെന്ന് പറയണം. അങ്ങനായിരുന്നോ? ആ ഓ നടക്കാടായോടി. ആ അതെ. ആ അവിടെ ഇരിക്കുന്ന BP-യുടെ ഗുളിക ഞാൻ എടുത്തോണ്ട് വന്നേ. ഏത് വീപ്പയുടെ കാര്യമാണ് നീ പറയുന്നത്? BP അല്ലെന്ന്, BP-യുടെ ഗുളിക ഞാൻ എടുത്തോണ്ട് വരാൻ. ഈ കണ്ണ് കാണാത്ത ഞാൻ എവിടെ പോയി നോക്കാനാടി വീപ്പയുടെ ഗുളിയൊക്കെ? അയ്യോ അതാരോ ഓമനയുടെ മോളാണോ അത്? എടി അതാ വനിതയുടെ മോളല്ലേ അടി പോകുന്നത്. രാവിലെ ഈ കൊച്ചു പച്ച ഷർട്ട് ഡ്രസ് ഇട്ടോണ്ടാണല്ലോ പോയെ. എന്തോ ചുമല ഇട്ടോണ്ട് പോകുന്നത്? അത് ശരി, ഇത്ര അടുത്തിരിക്കുന്ന BP-യുടെ ഗുളിക നിങ്ങൾക്ക് കാണാമല്ല, അത്ര ദൂരെ കൂടെ പോകുന്ന ഓമനയുടെ മോളെ നിങ്ങൾക്ക് കാണാമല്ലേ? എടി അതെനിക്ക് പണ്ടേ ലോങ് സൈറ്റ് ഉള്ള കാര്യം നിനക്ക് എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾ ആ സൈറ്റിലിട്ട് നിങ്ങളെ ഞാൻ കത്തിക്കുന്നു. എടി കൊച്ചേ, ഓ എവിടെ പോവാ? റേഷൻ കട അരിയുണ്ടോ? ഉണ്ട്. ആ എന്നാ കോഴിക്ക് കൊള്ളാം. പണ്ടെല്ലാം ഉണ്ടോ? ഉണ്ട്. ആ എന്നാ കടക്കാരന് കൊള്ളാം. നിങ്ങളുടെ ഒരേ ഒരു ഭാര്യയാണോ ഞാന്? ആ അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും കൊള്ളാം. അതെന്തുവാടി ഒരു മനം വെച്ചുള്ള ഒരു സംസാരം? ഞാനൊരു കാര്യം പറയാം. ഒരാഴ്ച കഴിയുമ്പോ കാശി രാമേശ്വരം വഴി ഞാൻ അങ്ങ് ഗോവയ്ക്ക് പോകും. അതിവിടെ കടഞ്ഞങ്ങനെ പോയി മേടിച്ചാ പോരായിരുന്നോ? എന്നാന്ന്? ഗോവയ്ക്കാണോ? ഗോവയ്ക്ക് പോകുന്നു. ഗോവ. അയ്യോ ആ. ഈ അങ്ങനെ ഗോവയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കാനാ? എനിക്ക് ഇച്ചിരി വെള്ളം ചൂടാക്കി തരാനോ, മേത്തിച്ചിരി കുഴമ്പിട്ട് തരാനോ, വൃക്ഷയിൽ ഇച്ചിരി പേസ്റ്റ് ഒക്കെ തേച്ച് തരാനോ ആരാ ഉള്ളത്? അതെന്നാ നിങ്ങളുടെ ബ്രഷ് എടുത്തോണ്ടാണോ ഞാൻ പോണത്? നീ അങ്ങനെ പോയാൽ ശരിയാകത്തില്ല. എല്ലാ കാര്യം നോക്കാൻ ആരുമില്ല. അതിനു വേണ്ടി ഞാൻ ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന്. അതെ പിന്നെ ആ. ഈ കാശില്ലാത്ത സമയത്ത് അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? വേണ്ടെങ്കി വേണ്ട, ഞാൻ വിളിച്ചു പറയാൻ വരണ്ട. അങ്ങനെ പറയണ്ട കേട്ടോ, അവർക്ക് 10 പൈസ കിട്ടുന്നതല്ലേ. ആ വരുന്നെങ്കി വരട്ടെ. ഒരു കാര്യം ചെയ്, നീ പോകാനുള്ള കാര്യങ്ങളൊക്കെ നീ എപ്പോഴാ പോകുന്നെന്ന് പറഞ്ഞ? ഒരാഴ്ച കഴിയുമ്പോ പോകും. എടി ഒരാഴ്ച കഴിഞ്ഞ് പോകാൻ നിക്കണ്ട, ഇപ്പൊ നേരത്തെ അങ്ങ് പോക്കാം. അതാകുമ്പോഴേ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോ ഗോവ അങ്ങ് തീർന്നു പോയാലോ. എന്നാ മനുഷ്യനാണ്. നീ ഞാനിപ്പോ വരാം. പെട്ടെന്ന് റെഡിയാ. പൊതുകാലി അങ്ങ് പോയോ? അവിടെ പോണല്ലേ ഇരിക്കുന്ന എന്തോ ലവോ, ലവ് ലോട്ടറി, ലവിന്റെ ലോട്ടറിയോ? ആ ലോ ബാറ്ററി. കോമ്പിനേഷന്റെ നമ്പർ എവിടാന്നാ കിടക്കുന്നത്? ഹലോ ഹലോ, ആരാ? ആരാന്ന് ചെവി കേക്കില്ലേ? ഞാനൊരു വഴിപോക്കനാ. വഴിപോക്കൻ എന്താ എന്റെ ഫോണിൽ കാര്യം? അതെ, ഇവിടെ ഒരു ഹോം നേഴ്സ് വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ഇപ്പഴാ കാണാൻ വരുവോ? ഉടനെ അങ്ങ് എത്തും. ആണോ? ആ ശരി ശരി ശരി. അയ്യോ എന്തൊരു ശബ്ദമായി ഇത്. മഞ്ജുവാരിയുടെ ശബ്ദം പോലെ തന്നെ ഇരിക്കുന്നു. അങ്ങോട്ട് വിരിവിരിപ്പ് അങ്ങോട്ട് തീരുന്നില്ല. ഒന്നുകൂടെ അങ്ങ് വിളിക്കുന്നു. ഹലോ ഹലോ, ഇപ്പഴെങ്ങാനും വരുവോ? ഇപ്പഴല്ലോടോ നിങ്ങളോട് പറഞ്ഞത്, ഇപ്പൊ തന്നെ അങ്ങ് എത്തുവെന്ന്. ശരി ശരി. അയ്യോ ഭയങ്കര ദേഷ്യക്കാരെ, ഇനി വരട്ടെ, നിന്റെ ദേഷ്യമൊക്കെ ഞാൻ മാറ്റുന്നുണ്ടോ? ആരാ എവിടുന്നാ? മനസ്സിലായില്ല. ഒരു ആംബുലൻസ് വരുമെന്ന് പറഞ്ഞില്ലേ? അയ്യോ വന്നില്ല, ഇപ്പൊ വരും. വന്ന് കണ്ടിട്ട് പോയാ മതി കേട്ടോ. വരുമെന്ന് പറഞ്ഞ ഹോം നേഴ്സ് ഞാനാ. അപ്പൊ ആ ഫോണിൽ സംസാരിച്ചതോ? അത് ഞങ്ങളുടെ മേഡം അല്ലയോ? മേഡം മതിയായിരുന്നു. അടുത്ത ആർക്കോടാൻ വരെ പോകും തോന്നില്ല. എന്തുവാ? ഒന്നും പറഞ്ഞില്ല. അല്ല ഇവിടെ ആർക്കാ സൂക്കാടെന്ന് പറഞ്ഞേ? എനിക്കൊരു തോക്കാടുമില്ല. നിങ്ങൾക്ക് എന്താ തോക്കണം? അങ്ങനെ മാറിയില്ല. എന്റെ ദൈവമേ, നിലവിളക്കാ മനസ്സിൽ കരുതിയിരുന്നത്. വന്നു കയറിയതൊരു മണ്ണെണ്ണ വിളക്കായി പോയല്ലോ. ഇത് രാവിലത്തേക്ക്, ഇത് ഉച്ചക്കത്തേക്ക്, ഇത് വൈകിട്ടത്തേക്ക്. ഇവിടെ അങ്ങ് തേക്കാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ കാണാൻ കൊണ്ട് തേക്കാൻ നോക്ക്. ഇത് കഴിക്കാനുള്ളതാ. എനിക്കോ? അല്ല എനിക്ക് കഴിക്കാനുള്ളതാണ്. വാദം ഉണ്ടെന്ന്. അയ്യോ വക്കീലാണോ? ഏത് കോടതിയിലാ? വക്കീലല്ലെന്ന്, കാലിന് വാദം ഉണ്ടെന്ന്. ആണ്ട കിടക്കുന്നു. എന്നാ നോക്കാൻ വന്ന അവർക്ക് ഇപ്പൊ ഞാനിപ്പോ കൂട്ടിരിക്കേണ്ട അവസ്ഥയാണല്ലോ വന്നിരിക്കുന്നത്. ആന്റിയുടെ പേരെന്തുവാ? മിനിമോള്. അങ്കിളുടെ പേരെന്തുവാ? ഇപ്പൊ പിടിച്ചതിനെക്കാണ്ട് വലുതാണല്ലോ പൊത്തിലിക്കുന്ന പറഞ്ഞ അവസ്ഥയായല്ലോ. എടിയേ പാടി, നീ വിളിച്ച കണ്ട കോമ്പേച്ച് വന്നാ നിൽക്കുന്നു. വന്നാ? അതെ, നിങ്ങൾക്ക് മനസ്സിലായോ ഇതാരാന്ന്?
ഇനി മനസ്സിലാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതെ നമ്മുടെ പുന്നാഞ്ചിറയിലെ ശശിയില്ലേ, ശശിയുടെ മൂത്ത നാത്തൂന്റെ മൂത്ത ചേച്ചിയാ ഇത്. അയ്യോ ആ. എനിക്ക് മനസ്സിലായില്ലടി കണ്ടിട്ട്. പറഞ്ഞു വരുമ്പോഴേ പറഞ്ഞു വന്നാ മതി, അങ്ങ് പടർന്ന് കയറാതെ. അതല്ല, ബന്ധം പറഞ്ഞു വരുമ്പോ നമ്മൾ ആങ്ങളെ പെങ്ങളുമായിട്ട് വരും. അതിലൊന്നും ഒരു കാര്യമില്ല മനുഷ്യ. അങ്ങനെ നോക്കാനാണെങ്കിലേ നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാനേ പാടില്ല. അതെന്നാടി? അയ്യോ, ബന്ധം പറഞ്ഞു വരുമ്പത്തേക്കിന് ഞാൻ നിങ്ങളുടെ തള്ളയായിട്ട് വരത്തില്ലയോ? പറഞ്ഞില്ലല്ലോ, അങ്ങനെ തന്നെ തോന്നത്തോ. എന്നാ ഒന്നുമില്ല, ഒന്നും പറഞ്ഞില്ലടി. ആണോ? എടി എന്ത് പാടി ഇവിടെ ഒരു ചക്കപ്പഴത്തിന്റെ മണം അടിക്കുന്നല്ലോ അടി. ഉണ്ട്, അത് ഞാൻ പറയാൻ വരുവാ. അതെ, വീട്ടിലൊരു പ്ലാവ് ഉണ്ടായിരുന്നു, അതിലൊരു ചക്ക ഉണ്ട്, അത് പഴിപ്പിച്ച് നല്ല ഇതാണ്. എനിക്ക് ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര രുചിയാ. പഴം ചക്കപ്പഴമേ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ മാമ്പഴവാ. പണ്ട് ഞാൻ ഇവളെ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോഴേ ഒരു മാണ്ടായി കൊണ്ട് നട്ടായിരുന്നു. അതിപ്പം വളർന്ന് പന്തലിക്ക് നിൽക്കുക. ഇപ്പൊ ഒന്ന് കാണണം, നിറച്ച് മാമ്പഴം തൂങ്ങി കിടക്കുക. മനുഷ്യ, നാട്ടുകാര് മുഴുവൻ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ ഒരുത്തൻ ചോദിച്ചാൽ ഞാൻ ഒരെണ്ണം പോലും കൊടുക്കത്തില്ല. അതല്ല ചോദിക്കുന്നത്, എന്നാ ഈ മാവ് മുറിച്ച് തെക്കേ പുറത്തൊന്നും അടുക്കി വെക്കുന്നതെന്ന്. മുതുകാലി നീ എല്ലാം കൊല്ലാൻ വേണ്ടി ഇരിക്കുവാന്നോ? ഞാൻ അതാണോ പറഞ്ഞത്? നീ ഒന്ന് വെള്ളം പോയി ചൂടാക്കണം, ഞാനൊന്ന് കുളിക്കട്ടെ. അല്ല, നേരത്തെ ഒറ്റയ്ക്കല്ലാതെ കുളിച്ചോണ്ടിരുന്നേ. ഈ നാട്ടുകാർക്ക് ഒരു അവസരമെങ്കിലും കൊടുക്കരുതോ? എന്തിന്? കുളിപ്പിക്കാന്. ഇതൊപ്പം പറയുന്ന പറ്റോടി ഇവരൊക്കെ വിളിച്ചോണ്ട് വന്നേക്കോട്ട്. അയ്യോ, മുറുക്കാൻ എനിക്കൂടെ തരാവോ? തരത്തില്ല. അതെന്താ? 10 രൂപ കൊടുത്ത് ഞാൻ പുറത്തോണ്ട് മേടിച്ചോണ്ട് വന്ന. ഇപ്പൊ ഇയാൾക്ക് തരാനോ? എനിക്കൂടെ താ, ഞാൻ ഗോപിപ്പിള്ളക്ക് കൊടുത്തേക്കാം. ഇയാൾക്ക് മുറുക്കാൻ തന്നിട്ട് ഇയാൾ ഗോപിപ്പിള്ളക്ക് എന്തിനാ വരുന്നത്? പറഞ്ഞത് മനസ്സിലായില്ലയോ? എന്തുവാ? ഈ കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കത്തില്ലയോ? അയ്യോ, അത് ഗൂഗിൾ പേ. അതെ, പറ. കൊച്ചുമക്കളൊക്കെ എന്തോ പഠിക്കുവാ? അവൻ ഡിഗ്രിക്ക് പഠിക്കുവാ. ആണോ? എന്തോ ആ വിഷയം? ബുക്ക് വേണമെന്ന് പറഞ്ഞു ഇപ്പൊ വീട്ടില്. ആണോ? ഇത് കൊള്ളാം, നല്ല കാര്യമായി. നീ കുളിച്ചായിരുന്നോടി ഇന്ന്? അയ്യോ, ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കാൻ മറന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ മിനിഞ്ഞാന്ന് രാത്രിയിലെ എഴുന്നേറ്റ് കുളിച്ച്. അത് ഭയങ്കരമായി പോയി. ഭയങ്കരമായി പോയി കേട്ടോ. നിനക്ക് ഭയങ്കര ഒരുക്കമായി പോയി, ഭയങ്കര ഇതായി പോയി. കൂടുതലൊന്നും വേണം കേട്ടോ ഇച്ചിരൊക്കെ. നിങ്ങൾ ഇവിടെ കിടന്നോ, മകളോ ഒന്നും വെക്കരുത്. ഞാൻ അകത്ത് പോയി ഒന്ന് വെച്ചിട്ട് വരട്ടെ കേട്ടോ. അല്ല, അങ്ങനെ വിട്ടോ പറ്റത്തില്ലല്ലോ. അതല്ല അങ്ങനെ പറഞ്ഞ മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ കൊച്ചാക്കുന്ന രീതിയിൽ. നിന്നെ ഞാൻ എവിടെല്ലാം കൊണ്ടുപോയിട്ടുണ്ടടി, എവിടെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. നീ ഇപ്പൊ എന്താ ഇവിടെ അങ്ങ് വരാത്തത്? കൂടെ ഒരു വഴിക്ക് പോകാൻ പറ്റത്തില്ല, അറിയാവോ? അതെന്നാ? അയ്യോ, എന്റെ നാത്തൂന്റെ മോന്റെ കല്യാണം വന്നു. വന്നപ്പോഴത്തേക്കിന് ഞാനും ഇയാളും കൂടെ കുളിച്ചങ്ങ് ഇറങ്ങി. പെട്ടെന്ന് മഴ വന്ന്, മഴവെള്ളം വന്ന് ദേഹത്ത് വീണപ്പോഴത്തേക്കിന് ഞാൻ എന്ത് ചെയ്ത്, ഇച്ചിരി മഴവെള്ളം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കോരി ഒഴിച്ച്. അപ്പൊ ഇങ്ങനെ എറണം കേട്ട തള്ള അവിടെ നിന്നോട്ട് വിളിച്ചു പറയുവാ, മഴയത്താണോടി ഇപ്പൊ നീ പോത്തിനെ കുളിപ്പിക്കണേന്ന്. പിന്നെ എങ്ങനെ ഇങ്ങനെ കൂടെ പോകും? നിങ്ങൾ എവിടെ സംസാരിക്കും? ഞാൻ എന്റെ പെട്ടി അകത്തുകൊണ്ട് വെച്ചിട്ട് അന്യ സ്ത്രീകൾ വീട്ടിൽ വരുമ്പോ നീ ഒരുമാതിരിയുള്ള ഈ സംസാരം ഉണ്ടല്ലോ, എത്ര പിടിക്കുന്നില്ല കേട്ടോ. ഇടിച്ചാ ശരിയാക്കി കളയും കേട്ടോ. എന്റെ കൈ തന്നെ ഊറിക്കാൻ പോവോ? ഞാൻ ഒരു കാര്യം പറയാം, ഇനി ഇങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്കെങ്കിൽ ഈ ഒരാഴ്ച എന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ഗോവയ്ക്ക് പൊക്കളയും. നീ ഗോവയ്ക്ക് പോവാണോ? ഞാൻ ഇപ്പൊ ഗോവയ്ക്ക് പോവും. നീ പോവാണ്, നിന്റെ കൂടെ പെട്ടി എടുത്തിട്ട് ഞാനും വരും ഗോവയ്ക്ക്. നിങ്ങൾ പോകല്ലേ, ഞാനും ഉണ്ട്. ഞാനും ഉണ്ട് ഗോവയ്ക്ക്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞങ്ങൾ ഗോവയ്ക്ക് പോവാണ്ട്? അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾ ക്ലൈമാക്സ് മാറ്റി പിടിക്കുന്നു, അതുകൊണ്ടാണ് ഞാനും ഒന്ന് മാറ്റി പിടിച്ചത്. അപ്പൊ പോവല്ലേ ഗോവയ്ക്ക്? രണ്ടമ്മാമ്മമാർക്ക് ഒരു അപ്പാപ്പനും നല്ലൊരു കൈയടി. ചേട്ടാ ഉഗ്രനായിരുന്നു കേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എനിക്കൊരു മിമിക്സ് പരേഡാണ് അല്ലെങ്കിൽ ഒരു സ്കിറ്റാണ്, നാടകമാണ്, എന്താണെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കും നാച്ചുറൽ ആയിരുന്നു കേട്ടോ. കാരണം നിങ്ങൾ 3 പേരിൽ നിന്നും ആ ഒരു സംഭവം പോയിട്ടേ ഇല്ല. ഡയലോഗിലായാലും നടത്തത്തിലായാലും സ്റ്റെപ്പിലായാലും വിഷ്ണുവിൻ്റെ ആ കുനിഞ്ഞു നിൽപ്പുള്ള നിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു. അതുപോലെ റെജിന ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു ആ പിന്നെ സംഭവങ്ങളൊക്കെ. സാധാരണ ഒരാൾ നിന്നിട്ട് ഒരു പാൻറ്റും കോട്ടിട്ട് പറയുന്ന തമാശ നിങ്ങൾ പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഭയങ്കരമാണത്. അപ്പോൾ എന്തായാലും നല്ല സ്കിറ്റായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനി ഇതുപോലെ ഈ വേഷത്തിൽ വരേണ്ടവരും കൂടാ എന്തായാലും. താങ്ക് യു ചേട്ടാ. ചേട്ടാ, ഈ സ്കിറ്റ് ടെലികാസ്റ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ലെവൽ വേറെ ലെവലിലേക്ക് മാറും, തുറന്നു പറയാം. കാര്യം അതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ പറയുന്ന സാധനങ്ങളൊക്കെ, നല്ല കൗണ്ടർ സാധനങ്ങളൊക്കെ ഭയങ്കര രജിസ്റ്റർ ചെയ്താണ് പോകണേ.
ലോങ് സൈറ്റ് കണ്ട ആ സൈറ്റ് ഇട്ട് നിങ്ങൾ ഞാൻ കത്തിക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാം അതുപോലെ ലോ ബാറ്ററിക്ക് ലവ് ബാറ്ററി എന്നൊരു സാധനം അത് ഗംഭീരമായിരുന്നു കേട്ടോ. ഒരു കാരണം അതൊന്നും നമ്മൾ ചിന്തിക്കാത്ത സാധനങ്ങളാണ്. എനിക്ക് ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ ആ ഒരു പോർഷനിലേക്ക് വന്നപ്പോൾ അതെനിക്ക് തോന്നുന്നു അത് സംഭവിച്ചു വരും. നമ്മളിനി ഇത് കളിച്ച് നിങ്ങൾ കയറി വരുമ്പോൾ ഇതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് വരുന്ന ചില പ്രശ്നങ്ങളാണ് ഒന്ന് തണുപ്പിച്ച് കളഞ്ഞത്. നിങ്ങളിൽ നിന്നും ഒരുപാട് ഗംഭീര സ്കിറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഇതേ റേഞ്ചിൽ പോകാം കേട്ടോ, ഇതേ റേഞ്ചിൽ ഇതേ ലൈഫിൽ കളിച്ചു പോകും. ഓൾ ദ ബെസ്റ്റ് 3 പേർക്ക്. താങ്ക് യു പ്രജേട്ടാ. നസീർക്ക, 4ാമത്തെ പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സ്കിറ്റുകളുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് വേണ്ടത്, ഇവർക്ക് എന്താണ് ആവശ്യം, നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാണ് നിങ്ങൾ സ്കിറ്റുകൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാം വ്യത്യസ്തമായിരുന്നു. 3 പേരും തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങളുടെ ആ വാർദ്ധക്യത്തെ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. പിന്നെ എനിക്ക് പറയാനുള്ള എൻഡ് കുറച്ചുകൂടി ഒന്ന് ആക്കാമായിരുന്നു. കാര്യം എൻഡ് വന്നപ്പം ഒരു കുറച്ച് സമയത്തേക്കിന് ഒന്നുമില്ലാതായിപ്പോയി. ബാക്കി ഭാഗങ്ങളെല്ലാം അതിമനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പം മാർക്സ് ഞാനൊരു 13 മാർക്കും കൊടുക്കും. 13,000 രൂപ. രണ്ടാമതാരാ? ഞാൻ ഒരു 12 മാർക്ക്. ടോട്ടൽ 25,000 രൂപയായിട്ടുണ്ട്. ചേട്ടാ ഗോവയ്ക്ക് പോകാനുള്ളതാണ്. ഗോവയ്ക്ക് പോകാനുള്ളതാണ്. അപ്പൊ ബാക്കി ഞാൻ തന്നേക്കാം. ഓക്കെ, 40,000 രൂപ. 3 പേർക്ക് ഗോവയിൽ പോയി അടിച്ചു പൊളിക്കാനുള്ളതുണ്ട്. പോയിട്ട് പെട്ടെന്ന് വരണം, അടുത്ത സ്കിറ്റുമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു പാപ്പ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിലെ ചെറിയ വലിയ ടീമാണ് മത്സരിക്കാൻ വരുന്നത്. നമുക്ക് ഇവിടെ ഉള്ള പൊടിക്കാച്ചി ടീമുകളിൽ ഒരെണ്ണമാണ്. ബിജുകടിച്ചാണ് ഫസ്റ്റ് ടൈം അല്ലേ അവരുടെ പെർഫോമൻസ് കാണാൻ പോകുന്നത്? അതെ അതെ. ഇവിടെ വിളിക്കട്ടെ അവരെ. പിന്നെ തീർച്ചയായിട്ടും. ലെറ്റ്സ് വെൽക്കം സൈന്ധവ്, ദേവി ലക്ഷ്മി ആൻഡ് നിത കാർത്തിക. ഈ നാട്ടുകാരുടെ പ്രശ്നം പരിഹരിച്ച് അമ്മ അടുത്ത് ഇത് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല പഞ്ചായത്ത് പ്രസിഡന്റോ മറ്റോ ആണെന്ന്. എന്നാ അല്ല, എനിക്കൊരു മോനുണ്ട്, നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയാണെന്നാണ് അവന്റെ വിചാരം. ഇവൻ ഉണ്ടാക്കി വെക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കേ നഷ്ടപരിഹാരം വാങ്ങിക്കാൻ വേണ്ടിട്ടാ ഇവരൊക്കെ വന്നിരിക്കുന്നത്. 30 സെന്റിലും കൊട്ടാര വീട്ടിലും താമസിച്ച ഞാനാ ഇപ്പൊ 3 സെന്റിലാ താമസം. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഉപദേശിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ലാളിച്ച് വളർത്തിയതൊക്കെ എന്റെ തെറ്റ്. ഇപ്പോഴും എവിടെയോ പോയിട്ടുണ്ട്. അമ്മേ ൊരു നാടുണ്ടിങ് കണ്ണാടിക്കല് പേരാണ്. അടിതട ചോടും വരുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. വന്നാ കിരീടത്തിലോ കൊച്ചിൻ ഹനീഫ, എന്താടാ നിന്റെ കയ്യില്? ഒരു ബൊക്ക, ഒരു മാല. എന്താ കണ്ടാ മനസ്സിലാവൂലേ? അതൊക്കെ മനസ്സിലായി. എന്താ നാട്ടിലെ ഏറ്റവും വലിയ ലോക തോൽവിക്ക് കിട്ടിയ സ്വീകരണ? അമ്മ എന്നെ അങ്ങനെ അപമാനിക്കരുത്. ഒന്നുമില്ലെങ്കിലും ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് ഞാൻ. ഗുണ്ട? നിങ്ങൾ ഇവന്റെ നെറ്റിയിലെ പാട് കണ്ട ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും വല്ല വെട്ടിലോ കുത്തിലോ പെട്ട് കിട്ടിയതാണെന്ന്. എന്നല്ല, രാത്രി മുള്ള ഇറങ്ങിയപ്പോഴേ വാഴയില അനങ്ങുന്നത് കണ്ട് പേടിച്ച് തിരിച്ചോടി കട്ടള പടിച്ചെന്ന് ഇടിച്ച പാടായത് അവന്റെ ഒരു ഉണ്ട. അമ്മേ, എനിക്ക് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്. അതിനു മുമ്പേ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എടാ, നീ അടിയും പിടിയേറ്റൊക്കെ നടന്ന് നിന്റെ അച്ഛന്റെ അഡ്രസ് കളയല്ലേ? അഡ്രസ്? ഈ പറഞ്ഞ അഡ്രസ് എന്താണെന്നറിയാവോ? പൊന്നപ്പൻ തുണിയൂരി വടക്കതിർ. 10 പേരെടുത്ത് പറയാൻ കൊള്ളാവുന്ന അഡ്രസ് ആണ്. പിന്നെ ഒരു കുഴപ്പമില്ല. ആരെ തുണിയാ ഊരിയേ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ കുറിച്ച് ആലോചിച്ച് ചങ്ക പൊട്ടിയാണ് നിന്റെ അച്ഛൻ മരിച്ചത്. ചങ്കു പൊട്ടി അല്ലാതെ ന്യൂമോണിയ വന്ന് ഗവൺമെന്റ് ആശുപത്രി കിടന്നപ്പം കറങ്ങിക്കൊണ്ടിരുന്ന ഫാന് തലയിൽ വീണല്ലേ എന്റെ അച്ഛൻ മരിച്ചത്. അത് പിന്നെ എന്റെ പടലി തന്നെ. എടാ, നീ ഗുണ്ടാ പണിയൊക്കെ നിർത്ത്. ഈ വലിയ വിലയൊന്നും എടുത്തിന്റെ തല വയ്ക്കുക എന്നെ കൊണ്ട് വയ്യ. ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവടാ. അമ്മ എപ്പോഴും പറയാറില്ലേ എനിക്കൊരു കൂട്ടില്ലാന്ന്. ഇന്ന് ഞാൻ വന്നതേ അമ്മയ്ക്കൊരു കൂട്ടുമായിട്ടാണ്. എവിടെ? എടി രഞ്ജനിയായി. ആരാടാ ഇത്? അമ്മേ, ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് ഇവളെ കെട്ടേണ്ടി വന്നു. ഇന്ന് ആലപ്പുഴയിലായിരുന്നു കൊട്ടേഷൻ ഭാഗമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ഭയങ്കര ആൾക്കൂട്ടം തന്നെ. ഞാൻ നെഞ്ചും വിരിച്ചങ്ങ് ചോദിച്ചു ആരടാ ഇവിടെ വരുണെന്ന്. അപ്പൊ അവിടെ കേട്ടോണ്ടിരുന്ന ഒരു കിളവൻ കേട്ടത് വരനെന്നായിരുന്നു. അയാളെ നേരെ കല്യാണ മണ്ഡപം ചൂണ്ടിക്കാണിച്ച് ഞാൻ അവിടെ ചെന്ന് ഒറ്റ അടി കൊടുത്ത് അതോടെ അവന്റെ ബോധം അങ്ങ് പോയി. തിരിച്ചിറങ്ങിയപ്പോ നാട്ടുകാർ മൊത്തം അങ്ങ് കൂടി ഇവളെ പിടിച്ചെന്നെ കെട്ടിച്ച്. അതൊരു സമൂഹ വിവാഹമായിരുന്നു എന്റെ അമ്മേ. അവളെ കെട്ടിയില്ലായിരുന്നെങ്കിൽ ആ കമ്മിറ്റിക്കാരി എന്നെ എടുത്ത് തിളച്ച സാമ്പാറിലോട്ട് ഇട്ടേന്. ഞാൻ ചെയ്ത് തെറ്റാണോ അമ്മേ?
നിനക്കും ചെലവിന് അന്ന് നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കും കാശ് കൊടുത്ത് ഞാൻ ഇവക്കും കൂടെ ചെലവിന് കൊടുക്കണോ? ഇറങ്ങടാ ഇവിടുന്ന്. ഇതൊന്നും മിണ്ടായിരിക്കടി, ഇതെന്റെ അമ്മയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും അകത്തൊന്നും കയറി പറ്റണം, ഇല്ലെങ്കിൽ ഇതിനേക്കാളും ശോഷിച്ച അവസ്ഥയായിരിക്കും നമ്മുടെ. നീ അമ്മയെ വളച്ച് കുപ്പി കയറ്റണം. ഇതിന് കുപ്പിയല്ല, മിനിമം ഒരു ചാക്കെങ്കിലും വേണം. അയ്യോ, അമ്മയെ തല്ലി ഒടിച്ച ചാക്കി കയറ്റുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അമ്മയുടെ സ്നേഹവും സിമതി നീ അങ്ങ് പിടിച്ചു പറ്റണം. പറ്റടാ, പറ്റട്ടാ. എന്താടി നീ കാണിച്ചേ? ചേട്ടല്ലേ പറഞ്ഞ നമ്മളെ സ്നേഹം പിടിച്ചു പറ്റാൻ? ഞാൻ പറഞ്ഞ അവരെ കുഴിനകൊള്ള കാല് കയറി ഞെക്കാനായിട്ട്. അവരുടെ കാല കുഴിനകൊണ്ടെന്ന്. എടി നീ ഇങ്ങനെ നിക്കാതെ എങ്ങനെയെങ്കിലും അമ്മയുടെ സ്നേഹം നീ ഒന്ന് പിടിച്ചു പറ്റണം. പറ്റട്ടാ. അയ്യേ, ഇതെന്ത് അഞ്ഞനടാ പഞ്ഞനട? മര്യാദ ചോദിച്ചോരടി. തള്ളേ. അല്ല അമ്മേ, ഞാനിത് മുതൽ ഈ വീടിന്റെ വിളക്കാണ്. അമ്മേ, അമ്മയ്ക്കും എന്റെ വിഷമം മനസ്സിലാവൂലോ, കാരണം അമ്മയും ഒരു സ്ത്രീ അല്ലേ. സംശയമുണ്ടോ? അല്ല അമ്മേ, എന്നെ വിളക്ക് വെച്ച് കേട്ടണ്ടേ അമ്മേ? ആഗ്രഹമുണ്ടാ, പക്ഷെ ജയിലിൽ കയറാൻ വയ്യാത്തോണ്ടാ. എന്റെ പള്ള വിളക്ക് വെച്ച് കേട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ. എന്റെ കയ്യിൽ നിലവിളക്ക് കത്തിച്ച് തന്ന വലത് കാല് വെച്ച് മണി 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 ഇവിടെ നിന്ന് സംസാരിച്ചാതിയേ. അല്ല കേറണ്ടേ അങ്ങോട്ട്. അതെ, ഇവൻ എന്ത് ഗുണ്ടായാലും എന്ത് ഉണ്ടായാലും അമ്മേ, എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 4 പേരെ ഉൾപ്പെടുത്തി മണ്ഡപത്തിൽ വെച്ച് ഇവന്റെ കല്യാണം നടത്തണമെന്ന്. അതാ നീ 2 കൂടെ തൊലച്ചത്. എന്നാ നമുക്ക് കല്യാണം റീക്രിയേഷൻ ചെയ്താലോ? എനിക്ക് താല്പര്യമില്ല. അത് ഒരു തരത്തി അടുക്കൂല. നമ്മളിപ്പോ എന്തൊരു ചെയ്യും? അമ്മയ്ക്ക് സംഗീതത്തിനോട് ഭയങ്കര താല്പര്യം. നിനക്ക് കലാപരമായ എന്തെങ്കിലും കഴിവുകളുണ്ടോ? ഞാൻ ഈ ചെറുതായിട്ട് പാട്ടൊക്കെ പാടും. വേണ്ടി അമ്മയ്ക്ക് വേണ്ടി 2 വരി മൂളാം. 2, 3, 4 നീ മൂളിക്കോ. എങ്ങനെയെങ്കിലും നമുക്ക് അകത്തൊന്ന് കേറി പറ്റണം, അത്രേ ഉള്ളൂ. കീച്ചിക്കോ. ഉത്തപ്പം വേണ പെണ്ണ ബോണ്ട വേണ, ഇത്താപ്പൂച്ചാട്ടൻ നന്ന പുട്ടു വേണ. ഉത്തപ്പം വേണ പെണ്ണ ബോണ്ട വേണ, ഇത്താപ്പൂച്ചാട്ടൻ നന്ന പുട്ടു വേണ. കദളി പഴവും വെച്ച് കടല പരിപ്പും വെച്ച് നൽകിയിട പാൽപ്പായസം. ആ വേണ തിന്ന്, ആ തിന്ന് അമ്മേ. ആ വേണ തിന്ന്, ആ തിന്ന് അണ്ണ. ആ വേണ തിന്ന്, തിന്ന് അമ്മേ. ആ വേണ തിന്ന്, തിന്ന് അമ്മേ. അയ്യോ, എന്താ അമ്മേ? മക്കളെ, ഒരുപാട് ഗുണ്ടാപ്പണി ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ കണ്ണീരും കുടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലമാണ് ദോ നിൽക്കുന്ന പച്ച വീട്ടില്. വിളിച്ചോണ്ട് ഇറങ്ങടാ ഇതിനെ. ഇംപ്രസ് ചെയ്ത് അകത്തോട്ട് കയറാനുള്ള പാട്ട് പാടാൻ പറഞ്ഞപ്പ നീ ചവിട്ടി പുറത്താക്കട പാട്ടാടി പാടിയത്. ഇപ്പൊ നമ്മൾ ഇനി എന്തോ ചെയ്യും? അതാണ്. സെന്റിയില് വീഴാത്തതായിട്ട് ആരുമില്ല. നീ ഒരു സെന്റി അങ്ങോട്ട് ഇറക്ക്. അമ്മേ, ഞങ്ങളതാ പോവാ. അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിൽ സെന്റി പറഞ്ഞപ്പോ സിദ്ധിക്ക് കയറി വരുന്നു. അമ്മേ, ഞങ്ങള് പോവാ. ഞങ്ങളിനി ഇവിടെ ഇന്നാ അമ്മയ്ക്കൊരു ഭാരമാവും. നാളെ ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിൽ അനാഥരായ 2 ശവം കണ്ട അമ്മ സംശയിക്കണ്ട, അത് ഞങ്ങളുടെ തന്നെ. എന്തുവാടോ ഇത്? കൊരങ്ങല്ലോ, ഒരു അനക്കമില്ലല്ലോ. അമ്മേ, ഞങ്ങളെന്താ പോവാ. പോയാട്ടാ പോവാ, എന്തായാലും പറഞ്ഞു പോയാ പറ്റും. എടി, നിന്റെ വല്ല പൈസയുണ്ടാ? അവിടെ നിന്ന് വല്ലതും തന്നായിരുന്നാ? അപ്പൊ ഈ കഴുത്തി കിടക്കണതൊക്കെ റോൾഡ് ഗോൾഡ്. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? അല്ല, ചേട്ടന് കുറെ കൂട്ടാനുണ്ടല്ലോ, അവരുടെ വീട്ടിൽ 2-3 ദിവസമൊക്കെ. നീ ഇവിടെ നില്ല്, ഞാനിപ്പോ നോക്കിട്ട് വരാം. അമ്മേ, അമ്മയുടെ തീരുമാനം ഇതാണോ? ഓഹോ, ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ നീ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടണല്ലേടാ? തറയെ വെച്ച ഉറുമ്പരിക്കും തലയെ വെച്ച പേനരിക്കും എന്ന് പറഞ്ഞല്ലേടാ നിന്നെ വളർത്തിയത്. എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കാമോ? അമ്മ പറ്റിപ്പോയി. പോട്ടടാ മോനെ, നീ വിഷമിക്കണ്ട. അമ്മയുടെ പൊന്നാരാ? അമ്മയുടെ ചക്കര ആരാ? അമ്മയുടെ മുത്താരാ? 16 പേരെ വെട്ടിയ കേസിലെ പ്രതി. അമ്മയുടെ മുമ്പിൽ അമ്മയെ ചക്കര ആരാ? ഞാനാ. അമ്മയുടെ പഞ്ചായത്ത് ആരാ? ഞാനാ. ഇങ്ങോട്ടൊന്ന് വാ. അമ്മേ, ഞങ്ങള് പോവാ. പറകന്ന് വിളിച്ചാ മതിയായിരുന്നു. അതെ. എടാ, സക്സസ്ഫുള്ളി ഇനി വന്നേ. എന്തായാലും എനിക്ക് കൂട്ടിന് വേണ്ടിട്ടല്ലേ നീ അവളെ കെട്ടിക്കൊണ്ടു വന്നേ. ഒരു കാര്യം ചെയ്യും, മോള് വലത് കാല് വെച്ച് അകത്ത് കയറിക്കോ. ഞാൻ സേഫ്. എന്നാ നീയും വയ്ക്കോ. അകത്തോട്ടല്ല, പുറത്തോട്ട്. അതെന്താ? എനിക്ക് കൂട്ടിന് വേണ്ടിയല്ലേ കൊണ്ടുവന്നേ. എനിക്ക് കൂട്ട് കിട്ടി. ഇനി നിന്റെ ആവശ്യം ഇവിടെ ഇല്ല, പൊയ്ക്കോ. അമ്മേ,
അഥവാ നിനക്ക് അകത്ത് കയറണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താ അമ്മേ? നിന്റെ ഈ ഗുണ്ടാപ്പണിയൊക്കെ കളഞ്ഞ് അന്തസ്സുള്ളൊരു ജോലിയും ചെയ്ത് ഇവളെ പൊന്നെ പോലെ നോക്കാൻ പറ്റുമോ? നോക്കാൻ പറ്റും. എന്നാ കയറിക്കോ. ഇതാണ് പറയുന്നത്. ചിലവരുടെ ജീവിതത്തിൽ ചിലവര് വന്നു കഴിഞ്ഞാൽ ചരിത്രം വഴിമാറും. നല്ലൊരു കൈഡി കൊടുക്കണം. നല്ല ഉഗ്ര സ്കിറ്റായിരുന്നു. ഗുണ്ടയ്ക്കും ഗുണ്ടയുടെ ഭാര്യയ്ക്കും ഗുണ്ടയുടെ അമ്മയ്ക്കും ഒരു നല്ല കൈഡി. സൈന്ദവ് ആദ്യമായിട്ടാണോ പെൺകുട്ടിയുടെ വേഷം കിട്ടുന്നത്? അത് ആദ്യമായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് ഇത് സ്ഥിരമാക്കാം അല്ലേ പ്രജേട്ടാ? അതെ 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 അതെ. അപ്പൊ പേരും മാറ്റി കൃത്യമാക്കാം. അതെ, അപ്പൊ പേരെന്ത് മാറ്റി നമുക്ക് ദേവി ലക്ഷ്മണൻ എന്നാക്കിയാലോ? ദേവൻ ദേവൻ ദേവൻ. ദേവൻ പേര് ദേവൻ. ദേവൻ ദേവൻ ദേവൻ. സൈന്ധവര് പേരപ്പോ നമ്മൾ എന്ത് മാറ്റും? സൈന്ധവി. സൈന്ധവി. സൈന്ദവി. ഓക്കെ. അപ്പൊ നിത സേഫായി. 3 പേരും പൊളിച്ചടിക്കിയ സ്കിറ്റായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. 3 പേരും നല്ല കൗണ്ടറും നല്ല പരിപാടികളും. അതെനിക്ക് ഈ വിഷയമൊക്കെ ഇഷ്ടപ്പെട്ടു. കാര്യം 3 പേരും അതിനെപ്പറ്റി ചിന്തിച്ച് നിങ്ങൾക്ക് എങ്ങനെ അത് പറഞ്ഞു തന്നോ നിങ്ങളത് വളരെ മനോഹരമായിട്ട് നിങ്ങളത് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. വന്നു അമ്മായിമ്മ നിൽക്കുന്നു, പിന്നെ ഗുണ്ട അവിടെ സമൂഹ വിവാഹം, ആ കൗണ്ടറുകളൊക്കെ ഓർത്ത് കറക്റ്റായിട്ട് ആദ്യം മുതൽ നിങ്ങൾ തമ്മിലുള്ള അമ്മയും മകനും തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല രസമായിട്ട് വർക്ക് ചെയ്തു. പിന്നെ വരുണിനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ വരനെ കാണിച്ചു വെച്ചടിച്ച് കല്യാണം കഴിച്ചു. അത് സമൂഹ വിവാഹമായിരുന്നു എന്ന് അറിഞ്ഞില്ല. അതൊക്കെ നല്ല രസമായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്തു. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് നമ്മുടെ സൈന്ധവ് വന്നിട്ട് സെൻഡി പറയാൻ നേരം സിദ്ദിഖ് കയറി. അതൊക്കെ എന്നെ ടൈമിംഗ് ആണോ സൈന്ധവ്? ഉഗ്രൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ചില സ്ഥാനത്ത് ഇച്ചിരി ഹ്യൂമർ ആകാമായിരുന്നു എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ബാക്കി നിങ്ങളുടെ പ്ലേ എന്ന് പറയുന്നത് 3 പേരും നല്ല രസമായിട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു പ്രജേട്ടാ. മക്കളെ നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു. കാര്യം വലിയവർ ചെയ്യേണ്ട സ്കിറ്റാണിത്. പക്ഷേ നിങ്ങൾ 3 കുരുന്നുകൾ അത് മനോഹരമായിട്ട് തന്നെ അത് നിങ്ങൾ അവതരിപ്പിച്ചു. പിള്ളേർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് തമാശ പ്രതീക്ഷിക്കേണ്ട. കാര്യം അവർക്കൊരു ലിമിറ്റുണ്ട് എല്ലാത്തിനും. എന്താ ചില പിള്ളേർ ഈ പറയുന്ന പോലെ പിന്നെ ചരട് പൊട്ടിയ പോലെ കിടന്ന് ചെയ്യുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്തുള്ളത് അവരത് മനോഹരമായിട്ട് വൃത്തിയാക്കി അവർ ചെയ്തിട്ടുണ്ട്. 3 പേരും നല്ലായിരുന്നു കേട്ടോ. തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെ തന്നെ നിന്നിട്ട് രണ്ടാമത് ഇത് എല്ലാം കഴിഞ്ഞപ്പോൾ കൈ അടുത്തായിരുന്നോ? കൊച്ചിനിപ്പാന്ന് ആദ്യം പറഞ്ഞു പോയത് കൊണ്ട് അതങ്ങ് കയറി പോവുമായിരുന്നു. എന്തെന്നാലും നന്നായിരുന്നു കേട്ടോ. ഈ തമാശയുടെ കുറവ് നമ്മൾ വിലക്കെടുക്കുന്നില്ല. നിങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്തു. 3 പേരും നല്ല രസമായിരുന്നു. മോള് നന്നായിരുന്നു കേട്ടോ. അമ്മ ഒരുപാട് മാറ്റമൊക്കെ സംഭവിച്ചു. അഭിനയത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നല്ല പക്വതയായി, നല്ല മോഡുലേഷനായി. അതൊക്കെ ഇനി കീപ്പ് ചെയ്യണം, കളയരുത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ചേട്ടാ പൊളിച്ചടുക്കി അടിപൊളിയായിരുന്നട്ടാ. 3 പേരും ഗംഭീരമായി പറഞ്ഞ പോലെ. എനിക്ക് തോന്നണ ഇയാളുടെ എൻട്രി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം ഇത് പിടിവിട്ട പരിപാടിയായിരിക്കും ഉള്ളത്. ഒരു സംഭവം ടൈമിങ്ങിലല്ലാതെ കറക്റ്റ് ടൈമിങ്ങിലാണ് ഇവർ കൊടുക്കുന്നത്. പിന്നെ ഒരു സാധനം മറന്നു പോയിട്ടില്ല. ഈ സൈന്ധവിൻ്റെ കാര്യത്തിൽ എത്രയോ ലെങ്ത് ഡയലോഗാണ്, അതും ഹ്യൂമറായിട്ടുള്ളത്. അത് ഭയങ്കര രസമുണ്ട് കേട്ടോ മോനെ. അത് പെണ്ണാണെന്ന് അറിയണത് സ്കിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ. സത്യമായിട്ടും ഗംഭീരമായിരുന്നു കേട്ടോ. ഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീരമായിരുന്നു. കാരണം 3 പേരും അടിപൊളി കേട്ടോ. അപ്പൊ അടുത്ത സ്കിറ്റ് ഇതിലും മനോഹരമാക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പൊ നമുക്ക് മാർക്സ് വാങ്ങിക്കാം. ആരാണ് ആദ്യം മാർക്ക് കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. ഞാനൊരു 7000 രൂപ കൊടുക്കുക. 7000 രൂപ. 7 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ചേട്ടാ ഞാനൊരു 6000 കൊടുക്കാം. ഓക്കെ, അപ്പൊ ടോട്ടൽ 13 മാർക്ക് ആയിട്ടുണ്ട്. അതായത് 13000 രൂപ. അപ്പോൾ ഞാൻ അങ്ങോട്ട് നേരെ ഇങ്ങോട്ട് അയച്ചോ. വലതുകാലം വെച്ച് കയറിയതല്ലേ? ഓക്കെ. ഇപ്പൊ ടോട്ടൽ എമൗണ്ട് 25000 രൂപ. അത് കലക്കി. അപ്പം ഉഷാറായിട്ട് അടുത്ത സ്കിറ്റിൽ വരണം. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മൾ ഇന്നത്തെ സമയം കഴിഞ്ഞു ഗൈസ്. നമുക്ക് പോകണം. കഴിഞ്ഞോ? പിന്നെ അപ്പം ഉഷാറായിട്ട് നമുക്ക് ഇന്ന് പോവാം. അടുത്ത ദിവസം പൂർവാധി ശക്തിയോടെ ചിരിക്കാനായിട്ട് വരാം. എല്ലാ പിറവ നിവാസികൾക്കും വന്നതിൽ ഒത്തിരി സന്തോഷം. നിങ്ങൾ കൈയടിച്ചു, ഉഷാറായിരുന്നു. നിങ്ങൾക്ക് എന്തൊരു കൈയടിച്ചോ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.